ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ന്യൂട്ടെല്ലയാണ്. അപ്പോൾ നല്ല നട്ട്സൊക്കെ ഇട്ട് റിച്ച് ആയിട്ടുള്ള ന്യൂട്ടെല്ലയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ചെറിയ കുട്ടികളൊക്കെയുള്ള പാരൻസിന് സ്ഥിരമായിട്ട് ആവശ്യമുള്ള ഒരു ഐറ്റമാണ് ഈ ന്യൂട്ടെല്ല. നമ്മൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ വെച്ച് കൊടുക്കുന്നതാണ് ന്യൂട്ടെല്ല. അപ്പോൾ സ്പ്രെഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പ്രെഡാണ് ന്യൂട്ടെല്ല. അപ്പം ഇത് ഹോം മെയ്ഡ് ആകുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഹേസൽനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ഹേസൽനട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതായത് 1 കപ്പ് ഹേസൽനട്ടോ അല്ലെങ്കിൽ 1 കപ്പ് ബദാമോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് മാറ്റി വെച്ചിട്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓയിലൊക്കെ കുറച്ച് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1-2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല പേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഇതേപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയാണ്. ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്ത് ഒരു ഗ്ലാസ് ബൗളിലേക്ക് കഴുകി ഉണക്കിയ ഏതെങ്കിലും നല്ലൊരു അടപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.